ഉസ്താദിൻ്റെ ഈ രചനാ രംഗത്ത് വന്നതും ഇന്ന് മറ്റുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഉസ്താദ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഈ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൽ തുടക്കത്തിൽ, അതായത് ഒരു വിദ്യാഭ്യാസപരമായി വളരെ മുന്നേറാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് സുന്നി പ്രവർത്തകന്മാർ സുന്നി ജാഗരണം ഉണ്ടാവുന്നത്. ആ സമയത്ത് വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ശുഷ്കിച്ചതായ ഒരു കാലഘട്ടത്തിലായിരുന്നു 1960-കളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ അറബി മലയാളത്തിലും അല്ലാത്ത അറബിയിലും തന്നെ ധാരാളം ഗ്രന്ഥരചനകളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പിന്നെ വന്നപ്പോൾ പിന്നെ ഈ അറബി മലയാളത്തിനൊക്കെ ഒരു മാറ്റം വരികയും മലയാളം രംഗത്ത് വരികയും ചെയ്ത സന്ദർഭത്തിൽ കൂടുതൽ ഈ നമ്മുടെ ആളുകൾക്ക് അറബി മലയാള ഭാഷയുമായി ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ ബിദ്അത്ത് കക്ഷിക്കാർ ആ രംഗത്ത് വന്നുകയും അവരവരെ മികവ് പുലർത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് നമ്മൾ അൽ മുബാറക്ക് തുടങ്ങിയ പത്രങ്ങൾ, നമ്മളെ സുന്നി ടൈംസ്, സുന്നി വോയിസ്, അൽ മുബാറക്ക്, അൽ ഇർഫാദ് തുടങ്ങിയ പത്രങ്ങളിലൂടെ പിന്നെ നമ്മൾ ആ സാഹിത്യരംഗം പിടിച്ചടക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വാരികയായിരുന്നു അൽ മുബാറക്ക്. ബിദ്അത്തുകാരുടെ കടന്നുകയറ്റത്തിന് ഒരു പരിധി വരെ തടയിടാൻ കഴിഞ്ഞത് അൽ മുബാറക്ക് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പിന്നെ സാഹിത്യരംഗത്തേക്ക് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ആ രംഗത്തൊക്കെ വിശാല പോലെയുള്ള വാരികളും അതുപോലെ സുന്നി വോയിസ് തുടങ്ങിയ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വലിയ മികവുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന് അടിത്തറ പാകാൻ നമുക്ക് കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ ഇന്ന് നമ്മളൊരു ചർച്ച, കഴിഞ്ഞ ഒരു അഭിമുഖം നടത്തിയത് മൈലാപ്പൂർ ഷൗക്കത്ത് അലി ഉസ്താദുമായിട്ടായിരുന്നു. അപ്പം ഞാൻ ഉസ്താദിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണെന്ന്. അപ്പോൾ ആ ബന്ധത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവി എന്ന് പറഞ്ഞാൽ അന്ന് B.Ed പാസ്സായ ഒരു മതപണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹം സുന്നി ടൈംസിൽ യുക്തിവാദികളെ എതിർത്തുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മണ്ഡനം പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുബാറക്ക് ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്, അൽ മുബാറക്കുമായി ബന്ധമില്ലെങ്കിലും അതിൻ്റെ പ്രവർത്തകന്മാർ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് മുബാറക്ക് ബുക്ക് സ്റ്റാളിൽ ഞങ്ങളിങ്ങനെ പിന്നെ ഒരു പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ തുടങ്ങിയപ്പോൾ എനിക്ക് പഴയ കാലത്ത് ആ യുക്തിവാദത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം എൻ്റെ മനസ്സിൽ തേട്ടി വരികയും അതെന്നാ ഒരു പുസ്തകമാക്കി നമുക്ക് മാറ്റാമല്ലോ എന്ന് കരുതുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും മൊയ്തീൻ ഫൈസി ചേറൂര്, അന്നത്തെ SSFൻ്റെ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം കൂടി മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവിയെ കാണുകയും അങ്ങനെ അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ യുക്തിവാദം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഞങ്ങൾ ഇറക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ എന്നുള്ള നിലക്ക് മതം, യുക്തിവാദം എന്ന നിലക്ക് അതിൻ്റെ പേരിട്ടുകൊണ്ട് ഒരു പ്രസിദ്ധീകരണം ഇറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആ അഗാധമായ ജ്ഞാനത്തിൻ്റെ ഒരു സ്ഫുരണമായിരുന്നു യഥാർത്ഥത്തിൽ ആ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മൂപ്പര ആ പുസ്തകം തേടിയാണ് ഞങ്ങൾ ആദ്യമായി മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവിയെ കാണുന്നത്. രണ്ടാമത് SSFൻ്റെ പ്രവർത്തനങ്ങൾ തെക്കൻ ജില്ലകളിലേക്ക്, അന്ന് ഈ മലബാറിൽ മാത്രമാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ SSFൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് SSFന് ആ ഭാഗങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്ന നിലക്ക് ഞങ്ങൾ അന്ന് ദക്ഷിണയുടെ പിന്നെ പ്രസിഡൻ്റായിരുന്ന ശിഹാബുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അതുപോലെ ഷൗക്കത്ത് അലി മുസ്ലിയാർ ഇവരൊക്കെ കാണാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിനുമായി കാണുകയും എൽവിയായി ഒരുപാട് ചർച്ച നടത്ത ഒരു ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും റാഹത്തും നൽകുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു.